الله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين. ഏറെ സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരവും അന്നപാനീയങ്ങളും നൽകി സദാ നമ്മെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാവിന്റെ വിധിയും വിലക്കുകൾ ഓരോന്നും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഏറ്റവും നന്നായി പാലിച്ചുകൊണ്ട് ഏറ്റവും നല്ലവരായി ജീവിക്കണേ എന്ന് എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു അങ്ങനെ ജീവിച്ച് അപ്രകാരം ഈ ദുനിയാവിൽ നിന്ന് അവസാന യാത്രക്കൊരുങ്ങാനുള്ള ഏറ്റവും അനുഗ്രഹീതമായ ഭാഗ്യം റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, എനിക്കൊരു സങ്കടമില്ല, എനിക്കൊരു ദുഃഖവുമില്ല, എന്റെ മനസ്സിലൊരു വേവലാതിയുമില്ല എന്ന് പറയുന്നവരാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ നമുക്ക് പറയാനുള്ള മറുപടി ഇങ്ങനെ പറയുന്നവരാരുമില്ല എന്നാണ്. കാരണം രാവും പകലും പറഞ്ഞാൽ തീരാത്ത അത്ര വലിയ പ്രയാസങ്ങൾക്ക് നടുവിലൂടെയാണ്, സങ്കടങ്ങൾക്ക് നടുവിലൂടെയാണ് പല ആളുകളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു വിശ്വാസി ഒരിക്കലും തനിക്ക് ബാധിച്ച വിഷമങ്ങളിൽ അങ്ങേയറ്റം സങ്കടപ്പെട്ട് പ്രയാസപ്പെട്ട് കഴിയേണ്ടവനല്ല. കാരണം നമ്മുടെ നാഥൻ അവൻ കാരുണ്യവാനാണ്. ആ കാരുണ്യവാനായ നാഥൻ നമുക്ക് മുമ്പിലെ എല്ലാ വാതിലുകളും അവൻ ഒരിക്കലും അടച്ചു കളയുകയില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തു പരീക്ഷണങ്ങൾ നമുക്ക് വന്നാലും
അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനുള്ള മഫാത്തിഹുൽ ഫറജ് അഥവാ പ്രതിസന്ധികളിൽ നിന്ന് പുറത്തു കടക്കാനുള്ള താക്കോലുകൾ അവൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ മഫാത്തിഹുൽ ഫറജുകൾ ഏതാണെന്ന് കൃത്യമായി മനസ്സിലാക്കുകയും അവ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, പുറത്തു കടക്കാനുള്ള മഫാത്തിഹുൽ ഫറജുകളുമായി ബന്ധപ്പെട്ടാണ് ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ ഖുത്ബയിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തേത് നമസ്കാരമാണ്. പണ്ഡിതന്മാര് പറഞ്ഞു, അൻ ഹുസിനിക ഹുനാക സ്വലാത്ത്, നിന്റെ ജീവിതത്തിൽ അതിശക്തമായ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, വളരെ വലിയ സങ്കടങ്ങൾക്ക് മുമ്പിൽ ഉത്തരം കിട്ടാതെ പകച്ചു നിൽക്കുമ്പോ, നമ്മുടെ മനസ്സുകൾക്ക് ശാന്തി കിട്ടാൻ നമസ്കാരത്തെക്കാൾ വലിയ ഔഷധമില്ല എന്നതാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ ആമുഖമായി ഓതി വെച്ച പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബഖറയിലെ വളരെ മനോഹരമായൊരു വചനം, അവിടെ അല്ലാഹു നമ്മളോട് പറഞ്ഞ കാര്യം, വസ്തഈനൂ ബിസ്സബ്രി വസ്സലാഹ വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. അല്ലാഹു നമ്മളോട് പറയാണ്, വസ്തഈനൂ, നിങ്ങൾ അല്ലാഹുവിനോട് സഹായം ചോദിക്കണം. എന്തുകൊണ്ടാണ്? ബിസ്സബ്ർ, ക്ഷമ കൊണ്ട് നന്നായി നിങ്ങൾ ഓരോരുത്തരും അല്ലാഹുവിനോട് സഹായം ചോദിക്കണേ. പിന്നെയോ വസ്വലാ, നന്നായി നമസ്കരിച്ച് സുദീർഘമായി പടച്ചോനോട് നിങ്ങൾ ഓരോരുത്തരും സഹായം അഭ്യർത്ഥിക്കണേ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് പറയാറുണ്ടായിരുന്നു, യാ ബിലാൽ, ബിലാലേ അഖിമിസ് സ്വലാ, നീ നമസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് വിളിക്ക്. അരിഹ്നാ ബിഹാ, ആ നമസ്കാരം കൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സുകൾക്ക് ആശ്വാസം ലഭിക്കും, സമാധാനം ലഭിക്കും. അതുകൊണ്ട് നീ ഇഖാമത്ത് വിളിക്ക് ബിലാലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു യാത്രയിലായിരിക്കെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഹോദരൻ മരിച്ച വാർത്ത അദ്ദേഹം അറിയുകയാണ്. ഇത് കേട്ട ഉടനെ അദ്ദേഹം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലുന്നു. തന്റെ ഒട്ടകത്തെ ഒരു ഭാഗത്ത് അദ്ദേഹം കെട്ടിയിടുന്നു. എന്നിട്ട് 2 റക്അത്ത് അദ്ദേഹം നമസ്കരിക്കുന്നു. അതിനുശേഷം തന്റെ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി റബ്ബിനോട് ആത്മാർത്ഥമായി അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും അദ്ദേഹം ഒട്ടകത്തിന്റെ അരികിലേക്ക് തിരിച്ചു ചെല്ലുമ്പോ മഹാനായ സ്വഹാബി ആയത്ത് ഇങ്ങനെ പാരായണം ചെയ്യുന്നുണ്ടായിരുന്നു, വസ്തഈനൂ ബിസ്സബ്രി വസ്സലാ വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. നിങ്ങൾ അല്ലാഹുവിനോട് സഹായം ചോദിക്കണേ, നിങ്ങൾ അല്ലാഹുവിനോട് രക്ഷയെ ചോദിക്കണേ ക്ഷമ കൊണ്ട്. അതുപോലെ തന്നെ നന്നായി നമസ്കരിച്ചുകൊണ്ട് പടച്ചോനോട്
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളില്ലേ, ദുഃഖങ്ങളില്ലേ, പ്രതിസന്ധികളില്ലേ, അതെല്ലാം ഇല്ലായ്മ ചെയ്ത് നിങ്ങളുടെ മനസ്സിന്, നിങ്ങളുടെ ശരീരത്തിന്, നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾക്ക് സമാധാനം ലഭിക്കണമെങ്കിൽ നമസ്കാരത്തോടുകൂടെ നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണേ എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പാരായണം ചെയ്തിരുന്നു എന്ന് പരിശുദ്ധ ഇസ്ലാം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നു. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ഫസ്വലാ മജ്ലബത്തുൽ ലിർസ്ഖ്, നിങ്ങൾ നമസ്കാരത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം, അത് നിങ്ങൾക്ക് ഉപജീവനം കൊണ്ടുവരും. ഹാഫിലത്തുൽ ലിസ്വഹ, അതേപോലെ നിങ്ങളുടെ ശരീരത്തിന് നമസ്കാരം നിങ്ങൾക്ക് ആരോഗ്യം നൽകും. ദാഫിഅത്തുൽ ലിൽ അദാ, അതേപോലെ ഉപദ്രവങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് നിങ്ങൾ കൃത്യമായി നമസ്കരിക്കുന്നവരാണെങ്കിൽ ഉപദ്രവങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു തആല നിങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. മത്റദത്തുൽ ലിദ്ദാ, അതേപോലെ നമസ്കാരം രോഗങ്ങളിൽ നിന്ന് സത്യവിശ്വാസികളായ മനുഷ്യരെ അകറ്റിക്കളയും. മുഖവ്വിയത്തുൽ ലിൽ ഖൽബ്, അതേപോലെ നമ്മുടെ ഹൃദയങ്ങൾക്ക് റഹ്മാനായ റബ്ബ് കൊണ്ട് ശക്തി നൽകും. മുബയ്യിലത്തുൽ ലിൽ വജ്ഹ്, അതേപോലെ നിങ്ങളുടെ മുഖങ്ങൾക്ക് പ്രസന്നതയും പ്രകാശവും ഉണ്ടാവുകയും ചെയ്യും. മുഫ്രിഹത്തുൽ ലിൻ നഫ്സ്, നിങ്ങളുടെ മനസ്സുകൾക്ക് നമസ്കാരം കൊണ്ട് സന്തോഷമുണ്ടാകും. മുദ്ഹിബത്തുൽ ലിൽ കസൽ, മടിമാറി ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യുമെന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് നമ്മളെ അറിയിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയും. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അതെന്താണ്? നന്നായി നമസ്കരിച്ചുകൊണ്ട് അതിനുശേഷം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കലാണ് എന്ന് കൃത്യമായി പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നു. രണ്ടാമതായി, പരിശുദ്ധ ഖുർആനിനോട് ഉന്നതമായ ഒരു ബന്ധം സ്ഥാപിക്കുന്ന ഒരു മനുഷ്യന് അവന്റെ ഹൃദയങ്ങൾക്ക്, അവന്റെ മനസ്സുകൾക്ക് സമാധാനമുണ്ടാകും. മാത്രവുമല്ല, ജീവിതത്തിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആ മനുഷ്യന് കഴിയുകയും ചെയ്യുമെന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ തന്നെ ഖുർആനിന്റെ പല ഭാഗങ്ങളിലൂടെ നമ്മളോട് പറഞ്ഞു എന്താണ് ഈ പരിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകത എന്ന്. അല്ലാഹു പറയാണ്, വനുനസ്സിലു മിനൽ ഖുർആൻ മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. എന്താണ് മനുഷ്യരെ ഈ പരിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകത എന്നറിയുമോ? ഈ പരിശുദ്ധ ഖുർആൻ ശിഫയാണ്, സമാധാനമാണ്, ശമനൌഷധമാണ്. വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണോ ഈമാനോടുകൂടെ ജീവിക്കുന്നത്, വിശ്വാസികളായി ജീവിക്കുന്നത്, ആ മനുഷ്യനുള്ള കാരുണ്യമാണ് ഈ പരിശുദ്ധ ഖുർആൻ. യാ അയ്യുഹന്നാസ്, പരിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് യൂനുസിലെ മനോഹരമായ ഒരു വചനമാണ്. ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു തആല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളെ അറിയിക്കുകയാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഖദ് ജാഅതുകും മൗഇലതും മിർ റബ്ബികും, നിങ്ങൾക്കിതാ ആകാശത്തിലുള്ള നാഥൻ, നിങ്ങൾക്കിതാ ഈ ഭൂമിയിലേക്ക് ഒരു പരിശുദ്ധ ഖുർആനിനെ അവനിതാ നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു. എന്താണ് ഈ പരിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകത എന്നറിയുമോ? ഇത് മൗഇലത്തിന്റെ ഗ്രന്ഥമാണ്, സതുപദേശത്തിന്റെ, സാരോപദേശത്തിന്റെ ഉന്നതമായ ഗ്രന്ഥമാണ് മനുഷ്യരെ ഈ പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് റബ്ബ് പറയാണ്, വശിഫാഉൽ ലിമാ ഫിസ്സുദൂർ, വശിഫാഉൽ ലിമാ ഫിസ്സുദൂർ,
മനുഷ്യരെ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ രൂഢമൂലമായി കിടക്കുന്ന എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ, സങ്കടങ്ങളുണ്ടോ, എന്തൊക്കെ പ്രതിസന്ധികളാണോ നിങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അതിനെല്ലാമുള്ള ശമന ഔഷധമാണ് ഈ പരിശുദ്ധ ഖുർആൻ. വഹുദൻ, ഇത് സന്മാർഗത്തിന്റെ ഗ്രന്ഥമാണ്. വറഹ്മത്തുൻ, ഇത് കാരുണ്യത്തിന്റെ ഗ്രന്ഥമാണെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ നമ്മള് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ, അതൊക്കെ സഹോദരങ്ങളെ ഖുർആനിനോട് വലിയൊരു ബന്ധം സ്ഥാപിക്കുന്നവരാണ് നമ്മളെങ്കിൽ അതിനെല്ലാം അള്ളാഹു നമുക്ക് എന്ത് ചെയ്യും? ഒരു പരിഹാരം നൽകുമെന്നാണ് കൃത്യമായി പരിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ഫൽ ഖുർആൻ, ഖുർആൻ എന്ന് പറഞ്ഞാൽ ഹുവ ശിഫാഉ താമു മിൻ ജമീഇൽ അദവാഇൽ ഖൽബിയ്യ വൽ ബദനിയ്യ. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ശാരീരികമായി, നിങ്ങളുടെ മാനസികമായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിനെല്ലാമുള്ള ശമനൌഷധമാണ് ഈ പരിശുദ്ധ ഖുർആൻ. ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ അതിനെല്ലാമുള്ള ശിഫയാണ് ഈ പരിശുദ്ധ ഖുർആൻ എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് നമ്മളെ അറിയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനുമായി നിരന്തരമായ ഒരു ബന്ധം സ്ഥാപിക്കുന്നവരായി നാം ഓരോരുത്തരും മാറിയാൽ ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ടെൻഷനുകൾക്കും അവിടെ പരിഹാരമുണ്ട് എന്നാണ് ഖുർആനും സുന്നത്തും ഇസ്ലാമിക ലോകത്തെ ഉന്നതന്മാരായ പണ്ഡിതന്മാരും നമ്മെ അറിയിക്കുന്നത്. മൂന്നാമതൊരു കാര്യം സഹോദരങ്ങളെ, ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് നമ്മൾ എന്തൊക്കെയാണോ നമ്മെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, അതിൽ നിന്നൊക്കെ പടച്ചോനെ ഒരു പരിഹാരവും ഒരു തുറവിയും ശരിക്കും നമുക്ക് തരുന്ന. ശരിക്ക് നമ്മളൊക്കെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ അതല്ലെങ്കിൽ പാപങ്ങൾ കാരണത്താലും ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ വാതിലുകൾ അടഞ്ഞു പോയേക്കാം. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന തെറ്റുകുറ്റങ്ങൾ കാരണത്താലും നമ്മുടെ ജീവിതത്തിന്റെ സുന്ദരമായ വഴികൾ അടഞ്ഞു പോയേക്കാം. എന്താ പരിഹാരം? നിരന്തരമായി പടച്ചോനോട് പാപമോചന പ്രാർത്ഥന നടത്തുക എന്നതാണ് ഇതിനുള്ള പരിഹാരം. അങ്ങനെ നമ്മൾ അള്ളാഹുവിനോട് നിരന്തരമായി ഇസ്തിഗ്ഫാർ ചെയ്താലോ നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പൊറുക്കും. മാത്രവുമല്ല, ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അടഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ ഡോറുകൾ ഉണ്ടാവും അതൊക്കെ പടച്ചോ നമുക്ക് വേണ്ടി തുറന്നു തരും. അപ്പൊ നമ്മളോട് പറഞ്ഞല്ലോ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. നബി, അങ്ങന്റെ ദാസന്മാരോട് പ്രവാചകരെ താങ്കൾ പറയണേ, അവരാരാണെന്നോ അവരുടെ സ്വന്തം ശരീരത്തോട് അതിരുവിട്ട് പരിധികൾ വിട്ടുപോയി അതിക്രമം ചെയ്തു പോയി എന്റെ ദാസന്മാരാണ്. അവരോട് പ്രവാചകരെ താങ്കൾ പറയണം, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, നിങ്ങളെ മനസ്സിൽ ഒരിക്കലും തന്നെ നിരാശ വേണ്ട. പടച്ചോനെ, ചോരത്തിളപ്പിന്റെ സമയത്ത്, കായിക ശേഷിയുടെ ഒരു നല്ല സമയത്ത് എന്റെ ജീവിതത്തിൽ എത്രയെത്ര കുറ്റങ്ങളാണ്, പാപങ്ങളാണ്, അരുതായ്മകളാണ്, അധർമ്മങ്ങളാണ് സംഭവിച്ചു പോയത്. അതൊക്കെ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാവ് എനിക്ക് പുറത്തു നൽകില്ലേ എന്ന ആശങ്ക മനുഷ്യരെ ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ വേണ്ട. ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ ഒരിക്കലും തന്നെ നിരാശരായി പോകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, നിങ്ങളുടെ ജീവിതത്തിൽ എത്രയേറെ പാപങ്ങളാണോ സംഭവിച്ചത്, നിങ്ങൾ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ റെഡിയാണോ? നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ, നിങ്ങൾക്ക് ഇസ്തിഗ്ഫാർ നൽകാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട നാഥന് സന്നദ്ധനാണെന്ന് പരിശുദ്ധ ഖുർആൻ.
അതുകൊണ്ട് പടച്ചോനോട് എന്ത് ചെയ്യണം? ജീവിതത്തിന്റെ ഓരോ സമയത്തും ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നവരായി മാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മഹാനായ ഇമാം ഹസനുൽ ബസ്വരി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് 4 ആളുകൾ വരികയാണ്. ഈ 4 ആളുകൾക്കും അദ്ദേഹത്തോട് പറയാനുള്ളത് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. പക്ഷെ അവരോടൊക്കെ ഇമാം ഹസനുൽ ബസ്വരി റഹിമഹുല്ലാഹ് പറയുന്നത് ഒരേ ഒരു കാര്യമാണ്. വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് ഇദ്ദേഹം പറയുന്നത് ഒറ്റ മറുപടിയാണ്. ഒന്നാമത്തെ ആള് വന്നിട്ട് പറയാണ്, പിന്നെ എനിക്ക് വലിയ ദാരിദ്ര്യത്തിലും പ്രയാസത്തിലും വറുതിയിലുമാണ് ഞാൻ ജീവിക്കുന്നത്, ഞാൻ എന്താ കാട്ടുക? ഇമാം ഹസൻ ബസ്വരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് പറഞ്ഞു, ഇസ്തിഗ്ഫാരില്ല, നീ അല്ലാഹുവോട് നന്നായിട്ട് ഇസ്തിഗ്ഫാർ നടത്തിക്കോ. അങ്ങനെയാണെങ്കിൽ ഈ വറുതിയിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ കഴിയും. രണ്ടാമത്തെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി, എനിക്ക് മക്കളില്ല, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കണം. അപ്പൊ അദ്ദേഹത്തോടും ഇതേ മറുപടി പറയണം, ഇസ്തിഗ്ഫാരില്ല, നീ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തോ. മൂന്നാമത്തെ ആള് വന്ന് അദ്ദേഹം പറഞ്ഞു, തോട്ടൊക്കെ എനിക്ക് വിശാലമായ നല്ല തോട്ടങ്ങളുണ്ട്, പക്ഷെ വിളവില്ല, ഞാൻ എന്ത് ചെയ്യും? അദ്ദേഹത്തോടും ഇതേ മറുപടി പറയുന്നു. നാലാമത്തെ ആള് വന്ന് പറഞ്ഞു, ഞാൻ കടത്തിലാണ്, സാമ്പത്തിക രംഗത്ത് വലിയ പ്രയാസത്തിലാണ് ഞാൻ ഉള്ളത്, ഞാൻ എന്താ കാട്ടുക? അപ്പൊ അദ്ദേഹത്തോടും ഇമാം പറഞ്ഞത് എന്താണ്? താങ്കൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കോ. അപ്പൊ ഇതിങ്ങനെ കേട്ടപ്പോ അദ്ദേഹത്തിന്റെ ഇമാമിന്റെ സദസ്സിലുള്ള ആളുകൾ അദ്ദേഹത്തോട് ചോദിക്കാണ്, എല്ലാരും വ്യത്യസ്തമായ കാര്യങ്ങളല്ലേ അങ്ങയോട് പറഞ്ഞത്, എന്നാൽ അവരോടെല്ലാം ഒരേ മറുപടിയാണല്ലോ താങ്കൾ പറഞ്ഞത് എന്ന് ചോദിക്കാൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനിത് വെറുതെ അങ്ങോട്ട് പറഞ്ഞു ഒന്നല്ല, ഇത് അള്ളാന്റെ ഖുർആനിലുള്ളതാണ്. എവിടെ ഖുർആനിലുള്ളത്? സൂറത്ത് നൂഹിലുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുകും ബിഅംവാലിൻ വബനീൻ വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ആളുകളോട് പറഞ്ഞില്ലേ, ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ, നിങ്ങൾ റബ്ബിനോട് ധാരാളമായി ഇസ്തിഗ്ഫാർ നടത്തണേ, തൗബ വർദ്ധിപ്പിക്കണേ. അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, മാനത്ത് നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷിതാവ് ഈ മണ്ണിലേക്ക് നന്നായി മഴയെ നിങ്ങൾക്ക് വേണ്ടി വർഷിപ്പിച്ചു നൽകും. പിന്നെയോ വയുംദിദുകും ബിഅംവാലിൻ വബനീൻ, നിങ്ങൾ റബ്ബിനോട് ധാരാളമായി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ റെഡിയാണോ? നിങ്ങൾക്ക് റബ്ബ് സമ്പത്ത് നൽകും. വബനീൻ, നിങ്ങൾക്ക് അല്ലാഹു സന്താനങ്ങളെയും നൽകും.